ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 25 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെഷൻസിനെ കുറിച്ചാണ്. ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 4 സെക്ഷൻസ് നമുക്കുണ്ട്. ആ 4 സെക്ഷനുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഏതൊക്കെ ടൈമിലാണ് ട്രേഡും കാര്യങ്ങൾ എടുക്കേണ്ടതെന്ന് സെക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ എടുത്ത് വെക്കുക. നമുക്ക് ഒരു സൈറ്റിലേക്ക് പോയിട്ട് ഏതൊക്കെയാണ് ഈ സെഷൻസ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ എടുക്കുന്നത് ബേബി പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേബി പിപ്പ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ഹൗ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് കാണും. അവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻസിന്റെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ടൈമിങ്ങിന് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിലേക്ക് വരുത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ടൈം സോണിന്റെ സ്ഥലത്ത് നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രിയുടെ ടൈമിങ് കാര്യങ്ങൾ ഇപ്പം കൊടുക്കണം. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളിവിടെ മുംബൈ GMT + 5:30 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറൊരു രാജ്യം, ഇപ്പം ഗൾഫ് പോലുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ടൈം വിൻഡോ നിങ്ങളിവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ വേണമെങ്കിൽ 24 hour ടൈമിങ് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ടൈമിങ് സെറ്റ് ചെയ്യാം. നമുക്ക് 4 സെഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്: സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. ഈ 4 സെഷൻസ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സിഡ്നിയും ടോക്കിയോ നമുക്ക് ഏഷ്യൻ സെഷൻ ആയിട്ട് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. അതേപോലെ ലണ്ടനും ന്യൂയോർക്കും നമുക്ക് നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ്, അതേപോലെ നല്ലൊരു രീതിയിലുള്ള വോളിയം കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ടൈമിങ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. സിഡ്നിയുടെ ടൈമിങ് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. 2:30 തൊട്ട്, അതായത് രാത്രി 2:30 തൊട്ട് രാവിലെ ഒരു 11:30 വരെയാണ് ഇതിന്റെ ടൈമിങ് കാര്യങ്ങളും വരുന്നത്. അതേപോലെ ടോക്കിയോടെ നോക്കലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 5:30 തൊട്ട് ഉച്ചയ്ക്ക് ഒരു 2:30 വരെയാണ് ഉള്ളത്. ലണ്ടന്റെ ടൈം നോക്കലാണെന്നുണ്ടെങ്കിൽ 12:30 തൊട്ട് രാത്രി ഒരു 9:30 വരെയാണ് ഉള്ളത്. ഇനി ന്യൂയോർക്കിന്റെ നോക്കലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5:30 തൊട്ട് രാത്രി 2:30 വരെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈമിങ് നോക്കുന്ന സമയത്ത് വോളിയം വരുന്നത് ഈ സെഷൻസിന്റെ ബേസിലായിരിക്കും. എക്സാമ്പിളായിട്ട് പറയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിങ്ങിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു എന്താ പറയുക, ഒരു മല പോലെ കാണുന്നുണ്ട് അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഹൈ നില മറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുന്ന സമയത്ത് ഇവിടെ ലോ മീഡിയം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ? ഈ ലോ മീഡിയം എന്നെല്ലാം പറഞ്ഞ് കാണിക്കുന്ന ആ സമയത്തുള്ള വോളിയത്തെയാണ്. ഓക്കെ, ഈ ഏഷ്യൻ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിഡ്നിയും ടോക്കിയോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ഈ 2 സെഷനും നമുക്ക് ഏഷ്യൻ സെഷൻ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 സെഷന്റെ ടൈം നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും താഴെ ലോ വോളിയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതേപോലെ ഈ ലണ്ടനിലേക്ക് കയറുന്ന സമയത്ത് വോളിയം കൂടി 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 അതിനുശേഷം ന്യൂയോർക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി അധികം വോളിയം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ടൈം വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ, അതേപോലെ ന്യൂയോർക്ക്. ഈ സമയത്തായിരിക്കും കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ടാകാൻ, നമുക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളും കിട്ടുക. അതേപോലെ ഈ ഏഷ്യൻ സെഷന്റെ ടൈമിങ് സിഡ്നി ടോക്കിയോ പറഞ്ഞ ഈ ടൈമിങ്ങിൽ നമുക്ക് മൂവ്മെന്റ്സ് വളരെ കുറവായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും വരാൻ പ്രോബിലിറ്റി കുറവാണ്. അതേപോലെ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ലണ്ടനും ന്യൂയോർക്കും ഒരേ ടൈം മൂവ് ആവുന്ന ടൈം. അതായത് ഇവിടെ ലണ്ടൻ പ്ലേ ചെയ്യുന്നുണ്ട്, ഇവിടെ ന്യൂയോർക്ക് സെഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ 2 ടൈം ഫ്രെയിമും ഒന്നിക്കുന്ന സമയത്ത് നല്ലൊരു വോളിയം വരുന്നൊരു ടൈമാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് താഴെ മനസ്സിലാവും നല്ലൊരു വോളിയം ക്രിയേഷൻ നടക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഈ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ICTയുടെ കിൽ സോണിനെ കുറിച്ചാണ്. ഏത് ടൈം ഫ്രെയിമിലാണ് നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വന്നത്. ടൈം ഫ്രെയിം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടൈമിംഗ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ടൈമിങ്ങും കാര്യങ്ങളും ICTയുടെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂയോർക്ക് ടൈമിംഗ് ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡിങ്ങിന്റെ ടൈമും കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടാകാം. നമ്മൾ ഇന്ത്യൻ ടൈം വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ന്യൂയോർക്ക് ടൈം ബേസ് ആയിരിക്കും ട്രേഡ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ഞാൻ ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ള ന്യൂയോർക്ക് ടൈമാണ്. ഓക്കെ, നമ്മളിവിടെ ടൈമിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ +5:30. ഓക്കെ, കൊൽക്കത്ത. ഇതായിരിക്കും നമ്മളെ ഇന്ത്യൻ ടൈമിംഗ് ഉണ്ടാകുക. ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു ലാസ്റ്റ് ക്യാനിൽ ക്രിയേറ്റ് ആയാലും ഏതാണ് 15:25. ഇവിടെ നോക്കുന്ന സമയത്ത് 3:25 കറക്റ്റ് ആയിട്ടുള്ള ടൈം അല്ലേ? നമ്മൾ ഈ ടൈം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നുണ്ടാകുക ന്യൂയോർക്ക് ടൈമിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാകുക. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കൺട്രിയിലാണെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കേണ്ടത് ഈ ഒരു ടൈം ഫ്രെയിമിന്റെ ബേസിലായിരിക്കും.
ഓക്കെ, കിൽ സോൺ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് ന്യൂയോർക്ക് ടൈമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എൻട്രീസും അതേപോലെ എക്സിറ്റും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ? അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്ന സമയത്ത് കിൽ സോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത് ഏതൊക്കെയാണ് സെഷൻസ് ഉള്ളതെന്നാണ്. നമുക്ക് 4 സെഷൻസ് അവൈലബിൾ ഉണ്ട്. സിഡ്നി ടോക്കിയോ നമുക്ക് ഏഷ്യൻ സെഷനായിട്ട് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. ലണ്ടൻ ന്യൂയോർക്ക് നല്ല വോളിയം ക്രിയേറ്റ് ആകുന്ന ടൈമാണ്. ഈ ടൈംസിലെല്ലാം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സൈറ്റിലേക്ക് വരുത്താണെങ്കിൽ നമുക്ക് ടൈം സോണും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ ചാനൽ എന്തായാലും ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും ICT കോൺസെപ്റ്റെല്ലാം പഠിക്കാൻ വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ICT കോൺസെപ്റ്റിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേലിസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലേക്ക് പോക്കുകയാണെങ്കിൽ ഓർഡർ ബൈ ഓർഡർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ICT കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് മലയാളത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.